കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിയ വിധിയാണ് LDFന് നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വടക്കാഞ്ചേരി LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പിള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം തിരുത്തിയ ഒരു വിധിയാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. അത് ശരിയായോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുക. അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് കടന്നാൽ 2021 തുടർ ഭരണം LDFന് ഏൽപ്പിച്ചതിന് ശേഷം കേരളം എങ്ങനെ മാറി എന്നത് നാം ആദ്യം കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കേരളം എത്തപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രഖ്യാപനം നാം നടത്തിയപ്പോൾ ലോകം അത്ഭുതത്തോടെയാണത് കേട്ടത്. കാരണം ലോകരാഷ്ട്രങ്ങളിൽ അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ ഈ അതിദാരിദ്ര്യമുക്ത പദവി നേടിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഇത് സാധ്യമായത് എന്നതാണ് അവരെ ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയത്. അത് ശരിയായോ എന്ന് സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കും. തുടർഭരണം ലഭിച്ചതിന്റെ ഗുണങ്ങൾ ജനങ്ങൾ അറിഞ്ഞതാണ്. കോൺഗ്രസ് BJP നയമല്ല LDF നടപ്പാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ജീവിക്കാൻ ഇപ്പോൾ ലോക ജനത കൊതിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 64,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് LDF സർക്കാരാണ്. ഇത് ലോകത്തിന്റെ ശ്രദ്ധയിൽ കേരളം 1ാം സ്ഥാനം പിടിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. 2021 തുടർഭരണം സമ്മാനിച്ചപ്പോൾ ആരോഗ്യരംഗം ഒന്നുകൂടി ഉയർന്നു. ഇപ്പോൾ ചില കണക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ലോകത്ത് നവജാത ശിശുമരണ നിരക്ക് അമേരിക്കയിൽ 5.6, കേരളത്തിലോ 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കേരളം കവച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ LDF ആയതുകൊണ്ട് നടന്നതല്ലേ? നാടിനോട് പ്രതിബദ്ധതയുടെ ഒരു മുന്നണി ആയതുകൊണ്ടല്ലേ ഈ മാറ്റങ്ങളുണ്ടായത്? ഇവിടെ 2016 മുൻപ് നമ്മുടെ കേരളം വ്യവസായ മേഖലയിൽ ഒരു നിക്ഷേപ സൗഹൃദ നാടാവുക എന്നത് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു? നമ്മൾ രാജ്യത്തെ സംസ്ഥാനങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്ഥാനം 28ാമതായിരുന്നു. ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ഗവൺമെൻറ്റിനൊരു ബാധ്യതയില്ലേ? നാടിനെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റുമെന്നല്ലേ ഗവൺമെൻറ് ആലോചിക്കേണ്ടത്? അതാണല്ലോ LDF സർക്കാർ ആലോചിച്ചത്. കേരളം പലതിലും 1ാമതാണ്. എന്തുകൊണ്ട് ഇതിൽ നാം പുറകോട്ടാകുന്നു? ശ്രമിച്ചു നോക്കാമെന്ന് കണക്കാക്കി ശ്രമം ആരംഭിച്ചു. ഒരുപാട് നടപടികൾ 2016 ഗവൺമെൻറ് തന്നെ സ്വീകരിച്ചു. 10 നിയമങ്ങൾ ഭേദഗതി ചെയ്തു.
7 നിയമങ്ങൾ ഭേദഗതി ചെയ്തു, 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. നമ്മുടെ വ്യവസായ വകുപ്പ് മാത്രം മാറിയാൽ പോരായിരുന്നു. ഒരുപാട് വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം മാനസിക ഘടന മാറണം. അതിനുള്ള ബോധവൽക്കരണം നടന്നു. മാനസിക ഘടനയിൽ മാറ്റം വന്നു. ഏറ്റവും വലിയ പ്രയാസം നിക്ഷേപം നടത്താൻ വേണ്ടി തയ്യാറായി വരുന്ന നിക്ഷേപകൻ അതിന് ശ്രമം ആരംഭിച്ചാൽ പിന്നെ വർഷങ്ങളെടുക്കും. അപ്പോഴേക്ക് ആൾ നിരാശനാവും. ഇതിനെന്താണ് പോംവഴി? പോംവഴി കണ്ടു. നിശ്ചിത നിക്ഷേപം. നിക്ഷേപകന് എല്ലാം ക്രമത്തിലാണെന്ന് ബോധ്യമുണ്ടോ എങ്കിൽ അദ്ദേഹത്തിന് ആ പദ്ധതി ആരംഭിക്കാം. അപ്പോൾ ലൈസൻസോ അനുമതിയോ അതെല്ലാം 3 വർഷം കൊണ്ട് സമ്പാദിച്ചാൽ മതി. നിയമപ്രകാരം ആ സൗകര്യം ഉണ്ടാക്കി. ഇത്രയെല്ലാം ആകുമ്പോൾ 2021 തെരഞ്ഞെടുപ്പ് വന്നു. ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചു. എവിടെയാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് അവസാനിച്ചത് അവിടുന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങി. മാറ്റം വന്നില്ലേ? കേരളം ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ 1-ാം സ്ഥാനം കേരളത്തിന്. ഒരു വർഷമല്ല, അടുത്ത വർഷവും. എന്താ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ? വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി, കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, ചേലക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ്, CPM ജില്ലാ സെക്രട്ടറി AV അബ്ദുൽ ഖാദർ, LDF നേതാക്കളായ M ബാലാജി, KG ശിവാനന്ദൻ, PN സുരേന്ദ്രൻ, ജെയ്സൺ മാണി, ഷാജി ആനിത്തോട്ടം, CV ജോസ്, അഡ്വക്കേറ്റ് വിപിൻ തെക്കേപ്പുറം, V സുനീഷ്, അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ്, സയ്യിദ് ഷബിൻ തങ്ങൾ, CN